യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവൾ എന്തെങ്കിലും പറഞ്ഞോ? അതെ മോളെ, ജോത്സ്യനെ കൊണ്ട് ഞാൻ ആ കള്ളം പറയിച്ചെന്ന കാര്യം ജോത്സ്യൻ ഭാവനയോട് തന്നെ പറഞ്ഞു. സത്യമാണോ ആന്റി? അതേ മോളെ, ആ ജോത്സ്യന് ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി ക്രിട്ടിക്കൽ സ്റ്റേജിലാ. അപ്പോ അതിന്റെ പിന്നില് ഞാനും ഉണ്ടെന്ന് ഭാവനയ്ക്കറിയോ? ഇല്ല മോളെ, നിന്നെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നോട് അവൾ ചോദിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി സൂക്ഷിച്ചും കണ്ടും വേണം നീങ്ങാൻ. ഇനി അവൾ ഓരോ ചുവടും സൂക്ഷിച്ചേ വെക്കും. എന്റെ അസുഖമാണ് ഇപ്പൊ എന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു ഒറ്റ കാരണം മതി ഭാവനയ്ക്ക് എന്നെ ഒറ്റപ്പെടുത്താൻ. സ്വന്തം മകനെ ഇത്രയൊക്കെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്തേന്നാ ഭാവന എന്നോട് ചോദിച്ചത്. ഭാവനയായതുകൊണ്ട് അധികം ആരും അറിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ഈ വീട്ടിലിപ്പൊ എന്തൊക്കെ നടക്കുമായിരുന്നു. അടങ്ങി നിൽക്കുക, ഞാൻ ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ വരുന്നില്ലല്ലേ? ആദ്യം നിങ്ങളെല്ലാവരും പോയിട്ട് വാ മായേച്ചി. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ. ഭാവനേച്ചി ഞങ്ങളെല്ലാം അന്വേഷണം അറിയിച്ചാൽ മതി മായേച്ചി. അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. മായേ, മക്കളെ കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വെച്ചായിരുന്നു? എടുത്തമ്മേ. സേതോട്ടൻ വണ്ടി വിളിക്കാൻ വേണ്ടി പോയിരിക്കുവോ? പിള്ളേര് വരുന്നില്ലേ? അവര് പിന്നീട് വന്നോളാന്ന് പറഞ്ഞമ്മേ. എന്തുവാടി, മക്കളും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ഞാനും ഭരതേട്ടനും സൗകര്യം പോലെ പൊക്കോളാം ആന്റി. ഭാവനയ്ക്ക് വേണ്ടി മേടിച്ച ഗിഫ്റ്റ് അരുന്നതിയും ഭരത്തും കണ്ടതല്ലേ? കണ്ടു മായേച്ചി, ഞാൻ ഇന്നലെ രാത്രി കാണിച്ചു കൊടുത്തു. കൊള്ളാം, നല്ല സെലക്ഷൻ. സേതോട്ടിന്റെ സെലക്ഷനാ. മായേ, അമ്മ റെഡിയായോ? ആ, ഞങ്ങള് റെഡിയായേട്ടാ. വണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോ സാധനങ്ങളോ? അതെല്ലാം പുറത്തിരിപ്പുണ്ട്. അല്ല, ഇതിപ്പോ നമ്മൾ 3 പേരേ ഉള്ളൂ. ഡാ, നീ വരുന്നില്ലേ? എല്ലാരും കൂടെ ഒരുമിച്ച് കേറി പോണ്ടേട്ടാ. ഒന്നാമതേ ആ ആന്റിക്ക് സുഖമില്ലാത്തതാ. എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടാ പിന്നെ അത് മതി അവർക്ക്. ഏട്ടനെയും ഏട്ടത്തെയും കൂടെ കൊണ്ടുപോകാൻ വിളിക്കാത്തതിന് പ്രശ്നമാവോന്നാ? എന്ത് പ്രശ്നം? അവര് വന്നാൽ ഉറപ്പായും പ്രശ്നം ഉണ്ടാവും. ഇല്ലെങ്കിൽ അവരുണ്ടാക്കും. അതെ അമ്മേ, നമ്മളായിട്ട് വെറുതെ ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കണ്ടല്ലോ. ഭാവനേച്ചി സൂര്യയുടെ താലി കെട്ടിയപ്പോഴേ വല്യമ്മ കലി തുള്ളി നടക്കുക. ഇനി എങ്ങനെ ഈ ബന്ധം നശിപ്പിക്കാമെന്നായിരിക്കും അവരുടെ ചിന്ത. അമ്മയെ വിളിച്ച് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളത് ആ അങ്കിളും ആന്റിയും തന്നെയാ. അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ. ഇനിയിപ്പോ അടുത്ത വെടിക്കുള്ള മരുന്ന് തപ്പി നടക്കുക രണ്ടാളും. എന്തായാലും അമ്മ കുറെ പാഠം പഠിച്ചു. ഇപ്പൊ പഴയതുപോലെ അവരെ അടുത്ത് തലേ വെക്കാറില്ല. അത് പിന്നെ അനുഭവമാണല്ലോ ഗുരു. അമ്മയും കൂടി അകന്നു നിൽക്കുന്നതാണ് അവരുടെ പരാജയം. വേറൊരു മാർഗമില്ലല്ലോ ഓടി വരാനായിട്ട്. ഇന്നലെ മണ്ഡപത്തിൽ വെച്ചിട്ട് ഭാവനയെ എന്തൊക്കെയോ മാമി പറഞ്ഞു എന്ന് ഭാവന എന്നോട് പറഞ്ഞു. പക്ഷേ കല്യാണം നടക്കുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. എല്ലാം ഒരു സ്വപ്നം പോലെയല്ലേ നമുക്കും തോന്നിയത്. ഈശ്വര, സൂര്യേട്ടൻ മാനസയെ കല്യാണം കഴിച്ചുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഓട്ടോ വന്നു, വാ വേഗം ഇറങ്ങ്. ആ അതെ, ഞങ്ങൾ ഇറങ്ങുവാ. പിന്നെ ഫില്ലറിൽ ഇച്ചിരിച്ച വെള്ളം എടുത്ത് കൊടുത്തേക്കണം കുഞ്ഞിന്, മറന്നു പോരുത്. ഭരത്ത് ഇറങ്ങട്ടെ, പോയിട്ട് വരാം. ഇത് ഞാൻ വിളിച്ചു.
പപ്പേടെ ഞാൻ റെഡി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ആ കൊള്ളാം. അതെ, ഒന്നും മറന്നിട്ടില്ലല്ലോ. ഓ, എടുക്കേണ്ട സാധനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ അതെ, ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും ഭാവനയ്ക്ക് സംശയം തോന്നരുത്. ഇല്ല പപ്പേട്ടാ. അല്ലെങ്കിലേ അവള് നിന്നെ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ട്. അത്രമാത്രം നീ അവളെ മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഞാൻ അറിഞ്ഞു അവള് വീൽ ചെയറിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നു. ഗായത്രിയോടൊപ്പം ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല. എല്ലാവരോടും കയറി വന്നാലേ നമ്മുടെ പ്ലാനെല്ലാം പൊളിയും. ആരൊക്കെ വന്നാലും ഞാൻ ഇന്ന് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ചെയ്തു തന്നെ ഇരിക്കും. നമ്മളെക്കാളും സ്ട്രോങ് ആയിട്ട് നിൽക്കുക ആ മാനസ. ഇപ്പോ ഭാവനയ്ക്ക് അവളറിയാതെ ശത്രുക്കളുടെ എണ്ണം കൂടി വരുക. ശത്രുക്കളുടെ എണ്ണം കൂടുന്തോറും ആ ഭാവനയുടെ ശക്തിയും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ഭാവന ആദ്യം സംസാരിച്ചു. ഇപ്പൊ ദേ എഴുന്നേറ്റ് നടക്കുന്നു. സൂര്യ കല്യാണവും കഴിച്ചു. ഇനി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയാതെ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ നോക്ക്. ഇന്നത്തോടുകൂടി അവളുടെ അഹങ്കാരം തീരണം. അവളുടെ അഹങ്കാരം തീരണമെങ്കിലേ ഭാവന ഇന്ന് അവിടെ വീഴണം. പിന്നീട് ഒരിക്കലും എഴുന്നേക്കാനാവാത്ത വിധം വീഴണം. അതെ, അതിനുള്ള സാധനം എന്റെ കയ്യിലുണ്ട്. ഇതിന്റെ ഗുണമേന്മ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ വാങ്ങിച്ചത്. അത് നിസ്സാര കാശനൊന്നുമല്ല. കാശ് എത്രയായാലും കാര്യം നടക്കണം. ഇനി ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അതെനിക്കറിയാം പപ്പേട്ട. നമ്മൾ നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങള് നേരിട്ട് തന്നെ ചെയ്യണം. അപ്പൊ പിന്നെ ആരും പേടിക്കണ്ടല്ലോ. അത് ശരിയാ. ഒടുവിൽ ആരും ഒറ്റ വന്ന പേടി വേണ്ട. അതെ. ദേ ഒരുങ്ങിയത് മതി, സമയം പോണു. വാ, ഒന്ന് അടഞ്ഞു ജാനകി. ഇപ്പൊ പോയേക്കാം. ഓ ആ ആ ഇനിയിപ്പോ ഭാവന ഇന്നത്തോടെ വീഴണം. ആ ഒരൊറ്റ ലക്ഷ്യത്തോടെയാ ജാനകിയും വിജയപത്മനും വരുന്നത്. ഇവിടെ വെച്ചാവുമ്പോ സംശയം തോന്നില്ലേ ആന്റി? എന്ത് സംശയം? ഒരു സംശയവും വരില്ല. ഇനി ഞാൻ അവളെ ഒരിടത്തും സേവ് ചെയ്യാൻ നോക്കില്ല ആന്റി. അത്രമാത്രം എന്റെ മനസ്സ് വേദനിപ്പിച്ചവളാണ്. ഒരു കണക്കിന് നിന്നെ അവള് സംശയിക്കാത്തത് നന്നായി. അതുകൊണ്ട് ഇനിയും നിനക്ക് അവളോടൊപ്പം ചേരാലോ. കഴിയുന്നതും അധികം അടുപ്പം കാണിക്കാതിരിക്കുന്നതാ നല്ലത്. അത് പാടില്ല മോളെ. എങ്കിൽ അവൾക്ക് സംശയം തോന്നും. ഇനി അങ്ങോട്ട് നീ രണ്ടുപേരെയും സ്നേഹം കൊണ്ട് കയ്യിലെടുക്കണം. നിന്റെ കല്യാണം മുടങ്ങിപ്പോയതിൽ നിനക്കൊരു വിഷമം ഉള്ളതായി കാണിക്കരുത്. അത്രയൊന്നും പോണ്ട ആന്റി. ഭാവന ഇപ്പോ വീൽ ചെയറിലല്ലെന്നറിയാലോ. അപ്പൊ പിന്നെ എനിക്കവിടെ ഒരു റോളും ഇല്ല. നേരത്തെ ആവുമ്പോ ഏത് സമയത്തും അവർക്കിടയിലേക്ക് എനിക്ക് പോവായിരുന്നു. അതിനല്ലേ ജാനകിയും വിജയപത്മനും കൂടി വരുന്നത്. ഭാവനയെ പഴയതുപോലെ ആക്കാമെന്നും ആരും അറിയില്ലെന്നോ ജാനകി പറഞ്ഞത്.